വർഷങ്ങൾക്ക് മുൻപ് ഗ്രാമത്തിലെ തമ്പുരാനായിരുന്നു തുപ്പൻ തമ്പുരാൻ. വളരെ ക്രൂരനായൊരു മനുഷ്യനായിരുന്നു അയാൾ. തന്റെ കുളത്തിലിറങ്ങി കുളിച്ചു എന്ന കാരണത്താൽ ചൊക്കൻ എന്നൊരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ബാലനെ അയാൾ കൊലപ്പെടുത്തി. ചൊക്കന്റെ സുഹൃത്തായ ഇല്ലിമല ചാത്തൻ ഇതിൽ കോപിച്ച് ഗ്രാമത്തെ ശപിച്ചു. ഗ്രാമത്തിൽ വരൾച്ച ഉണ്ടാവുകയും ആളുകൾ രോഗം വന്ന് മരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇത് തടയാൻ വേണ്ടി തുപ്പൻ സ്വന്തം രക്തം നൽകി ഗാരിദേവൻ എന്ന് മറ്റൊരു ചാത്തനെ ആവാഹിക്കുകയും ഇല്ലിമല ചാത്തനെ തുരത്തുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അനാഥയായ കുമാരി തുപ്പന്റെ വംശജനായ ധ്രുവനെ വിവാഹം കഴിച്ച് ഈ ശപിക്കപ്പെട്ട നാട്ടിലെത്തുന്നു. ആ വീട്ടിലെ ദുരൂഹമായ ആചാരങ്ങളും ചാത്തനെ പ്രീതിപ്പെടുത്താനുള്ള കർമ്മങ്ങളും കുമാരി ശ്രദ്ധിക്കുന്നു. താൻ ഗർഭിണിയാണെന്ന വാർത്ത കുമാരിയെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിലും ആ കുടുംബത്തിന്റെ ഭയാനകമായ രഹസ്യം അവൾ തിരിച്ചറിയുന്നു. ഗാരിദേവനുമായുള്ള ഉടമ്പടി പ്രകാരം ഗ്രാമത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഈ തലമുറയിലെ ആദ്യത്തെ കുഞ്ഞിനെ ചാത്തന് ബലി നൽകണം. തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി കുമാരി കാട്ടിലേക്ക് പോയി ഇല്ലിമല ചാത്തന്റെ സഹായം തേടുകയും ചാത്തൻ അവൾക്ക് ഒരു രക്ഷാകവചം നൽകുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അധികാരമോഹിയായ ധ്രുവൻ കുമാരിയുടെ സഹോദരനെ കൊലപ്പെടുത്തുന്നു. സൂര്യഗ്രഹണ ദിവസം കുമാരി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. ഭർത്താവായ ധ്രുവൻ ആ കുഞ്ഞിനെ ബലി നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആ സമയം ഇല്ലിമല ചാത്തനും ഗാരിദേവനും തമ്മിൽ ഒരു വലിയ യുദ്ധം നടക്കുകയും രണ്ട് ചാത്തന്മാരും ഭൂമിക്കടിയിലേക്ക് അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നു. ഒടുവിൽ കുമാരി ധ്രുവനെ വധിക്കുകയും തുപ്പൻ തമ്പുരാന്റെ ശാപം അവസാനിക്കുകയും ചെയ്യുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഗ്രാമത്തിലെ ഒരു പട്ടണത്തിൽ ജീവിച്ചിരുന്ന ഈശ്വർ എന്ന ചെക്കന് ഏട്ടന്റെ മകളായ സുന്ദരി എന്ന കുട്ടിയായിരുന്നു ലോകം. മാതാപിതാക്കളെ പോലെ അവളെ നോക്കി വളർത്തിയ അവൻ അവളുടെ ഓരോ ചെറിയ കാര്യത്തിലും അതീവ കരുതലോടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം സുന്ദരിയുടെ സുഹൃത്തായ പൊന്നി പറഞ്ഞ ഒരു കഥ കേട്ട് അവർ രണ്ടുപേരും സ്കൂൾ കഴിഞ്ഞ് ഒരു കാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ അവസാന നിമിഷം സുന്ദരി പേടിച്ച് തിരിച്ച് ഈശ്വരന്റെ അടുത്തേക്ക് പോകുന്നു. പൊന്നി മാത്രം ഒറ്റയ്ക്ക് പോകുന്നു. അതിനുശേഷം പൊന്നിയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റങ്ങൾ കണ്ട് ഈശ്വർ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒന്നും തുറന്നു പറയുന്നില്ല. ഒരു തെറ്റിദ്ധാരണയിലൂടെ പൊന്നിയെ ഉപദ്രവിച്ചത് ഈശ്വരനാണെന്ന ആരോപണം ഉയരുന്നു. ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും അവനെ കുറ്റക്കാരനായി കാണുന്നു. അവനാകെ തകർന്നു പോകുന്നു. വിശ്വസ്തോടെ നിന്നവരും അവനെ സംശയിക്കുന്നു. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സത്യം പുറത്തു വരുന്നു. ഈശ്വർ നിരപരാധിയാണ്. പക്ഷെ അതുവരെ നഷ്ടപ്പെട്ട വിശ്വാസവും മാനവും തിരികെ നേടാൻ അവനാകുന്നില്ല. ഇതിനിടെ ഒരു ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങിയ സുന്ദരിയെ കാണാതാക്കുകയും പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ ആരംഭിക്കുന്നു. ചില സൂചനകൾ അവരെ ഒരു ക്രൂരായ സീരിയൽ കുറ്റവാളിലേക്ക് നയിക്കുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യുന്ന ഒരാൾ. സുന്ദരി ഇപ്പോഴും ജീവനോടെന്ന് വിശ്വസിച്ച ഈശ്വർ ഓരോ സൂചനയും പിന്തുടർന്ന് അവളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒടുവിൽ കുറെ തിരച്ചിലിന് ശേഷം സുന്ദരിയെ കണ്ടെത്തുകയും അവളെ രക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവളുടെ മനസ്സാകെ തകർന്നിരിക്കുകയായിരുന്നു. അവൾക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ സമയത്ത് ഈശ്വര ജീവിതത്തിൽ തിരിച്ചെത്തുന്ന ശക്തി എന്ന പെൺകുട്ടി ഒരു സത്യം തുറന്നു പറയുന്നു. തന്റെ ജീവിതത്തിലും ഒരിക്കൽ ഇത്തരം ഒരു അനുഭവം സംഭവിച്ചിരുന്നു. പ്രതികാരം കൊണ്ടല്ല, പിന്തുണ കൊണ്ടാണ് ഒരാൾക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുക എന്ന അവളുടെ വാക്കുകൾ ഈശ്വരനെ മാറ്റുന്നു. അവൻ തന്റെ കോപം നിയന്ത്രിച്ച് സുന്ദരിക്ക് കരുത്തായി നിൽക്കാൻ തീരുമാനിക്കുന്നു. സമയം കടന്നു പോകുമ്പോൾ സ്നേഹവും പിന്തുണയും കൊണ്ട് സുന്ദരി വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അവസാനം അവളെ ഉപദ്രവിച്ച